അയാൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയാണ്. അങ്ങനെ ആ ബാങ്കുകാർ കണിമംഗലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ബാങ്കുകാർ ജയഭാരതി മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പരമേശ്വരൻ സാറിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ അതെ, എന്താ വിശേഷിച്ച് ബാങ്കുകാരൊക്കെ ഇങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളിതിന് മുന്നേ വന്നപ്പോഴും അമ്മനെ അവിടെ കണ്ടിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, ബാങ്കിൻ്റെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാങ്കുകാർ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ആ കാര്യങ്ങളൊക്കെ പരമേശ്വരനാണ് ശ്രദ്ധിക്കാറ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് കൽപ്പന ഉർവശിയും കൂടി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ ഇവർ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കണം. അപ്പോൾ ജയഭാരതി മുത്തശ്ശിക്ക് അവരുടെ ആ ഒരു സംസാരമൊന്നും പിടിക്കുന്നില്ല. ബാങ്കുകാരെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, എന്തായാലും നിങ്ങൾ അന്വേഷിച്ചല്ല വന്നത് എന്നൊക്കെ ഇങ്ങനെ അവരോട് അങ്ങ് പറയുന്ന. പിന്നെ പരമേശ്വരന് നേരെ ആ ബാങ്കുകാരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട്, എന്താ വിശേഷിച്ച് ഇങ്ങോട്ടൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ ബാങ്കുകാർ പറയുന്നുണ്ട്, കാര്യം ചെറിയൊരു സീരിയസ് മാറ്ററാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ പരമേശ്വരന് ചെറിയൊരു പേടി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ കമ്പനി ഒരു ചെറിയ ഇഷ്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു ധാരണയൊക്കെ എന്തായാലും അച്ഛനുണ്ട്. അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് വീട് ജപ്തി ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ പരമേശ്വരൻ അങ്ങ് ഞെട്ടുന്നുണ്ട്. വീട് ജപ്തി ചെയ്യുക, അതിന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളിവിടെ പ്രത്യേകിച്ച് ബാങ്കുമായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ഛൻ അങ്ങോട്ട് തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നിങ്ങളൊരു 5-6 വർഷം മുന്നേ ഈട് എടുത്തിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അത് എടുത്തിരുന്നു, പക്ഷേ ഞങ്ങളത് കൃത്യമായിട്ട് അടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ബാങ്കുകാർ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ടല്ല, തവണകൾ കുറേ ആയിട്ട് മുടങ്ങി കിടക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയത്താണ് പരമേശ്വരൻ ആ ഒരു തവണ അടക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെ അറിയുന്നത്. അപ്പോൾ ഇവർ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ബാങ്കുകാർ പറയുന്നുണ്ട്, ശരിയാണ് സർ, ഈ തവണകളായിട്ട് കുറേ ദിവസമായി അടയ്ക്കലൊക്കെ തെറ്റിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ നിങ്ങളുടെ കമ്പനിയിലെ മാനേജറായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ഒരു ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾക്ക് വിളിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ബെഞ്ചമിൻ തന്നെ അല്ല നിങ്ങളുടെ കമ്പനിയുടെ മാനേജർ എന്നൊക്കെ പരമേശ്വരനോട് ചോദിക്കുമ്പോൾ, അതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്നാൽ ആ ബെഞ്ചമിന് വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുള്ള എന്ത് കാര്യത്തിനും ഞങ്ങൾ സഹകരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അത് കേട്ടപ്പോൾ എനിക്ക് അത്ര ഒരു വിശ്വാസം വരുന്നില്ല. ആ ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളെ നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നത്. ഈ ഒരു കണിമംഗലം വീടിൻ്റെ മുന്നിൽ ഈ ജപ്തി നോട്ടീസ് ഒട്ടിക്കുക, അത് സീല് വെക്കുക എന്ന് പറയുന്നത് തന്നെ അച്ഛന് നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരിട്ടൊന്ന് സംസാരിക്കാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട്, ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എൻ്റെ മകന് വരുണാണ് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവരോട് പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്തായാലും ജപ്തി നോട്ടീസ് തരാനാണ് ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞത്, പക്ഷേ ഞാനത് ഒരു 10 ദിവസത്തേക്കെങ്കിലൊക്കെ എനിക്കിങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയും. അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. അതുവരെ ഞാൻ എന്തായാലും ഈ ജപ്തി ചെയ്യാതെ തന്നെ നിൽക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെക്കൊണ്ടും കഴിയില്ല. അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരനോട് പറയുന്നുണ്ട്. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, അതിന് മുന്നേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അങ്ങ് പോകാൻ പറയാണ്. അപ്പോൾ അവർ എന്നാൽ ഞങ്ങൾ പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബാങ്കുകാർ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് ആകെ ടെൻഷനാകുകയാണ്. ഇങ്ങനെ ഒരു ജപ്തി നോട്ടീസ്, അതും അവർക്ക് തീരെ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അവരുടെ ഒരു വീടിന് മുന്നിൽ ഒരു ജപ്തി നോട്ടീസ് വെക്കുക എന്ന് പറയുന്നത്. നാട്ടിലുള്ള ആളുകളൊക്കെ എന്ത് പറയും എന്നുള്ള ആ ഒരു പേടി എന്തായാലും നന്നായിട്ട് അവർക്കുണ്ട്. ആ സമയത്ത് ഉർവശി പരമേശ്വരനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ, അപ്പോൾ നമ്മുടെ വീടൊക്കെ പണയത്തിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അവൻ പരമേശ്വരൻ പറയുന്നുണ്ട്, ഈ കമ്പനി ആവശ്യങ്ങൾക്കാണ് ആയിട്ട് സ്വത്തുവകകളൊക്കെ ഇങ്ങനെ ഈട് വെക്കുന്നത് പൊതുവെ ഒരു സാധാരണ നടക്കുന്ന കാര്യമാണ് ഈ ബിസിനസ് കുടുംബത്തിലൊക്കെ. പക്ഷേ അത് കറക്റ്റായിട്ടൊക്കെ ലെവലാക്കി ഭദ്രമാക്കാറുമുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് എന്താ പ്രശ്നം വന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പം കൽപ്പന ഇടയ്ക്ക് പറയുന്നുണ്ട്, അപ്പോൾ ഈ വരുണല്ല കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വന്ന പ്രശ്നമാണോ എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന അവനെ ഒന്ന് മെല്ലെ ഒന്ന് കുറ്റപ്പെടുത്താനൊക്കെ നോക്കുകയാണ്. പക്ഷേ ജയഭാരതി മുത്തശ്ശിക്ക് അത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ജയഭാരതി മുത്തശ്ശി അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു അവസരം വന്നാൽ അപ്പോൾ വരുണിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങ് ചാൻസ് നോക്കി നിൽക്കുകയാണ്. നിങ്ങളെന്തായാലും ഈ കുടുംബത്തിലെ പ്രശ്നത്തിലെ ചർച്ചയ്ക്ക് ഒന്ന് ഇടപെടുത്തുന്നത് നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറ്റി നിർത്തുന്നത് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി ദേഷ്യപ്പെട്ട് അവരോടങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉർവശി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങനെ ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചോളൂ, ഞങ്ങൾ പോട്ടെ, കൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പനയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്.
മുത്തശ്ശി പരമേശ്വരനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമാവോ പരമേശ്വര എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, പ്രശ്നമൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്കണം. ഇതൊക്കെ എന്തൊക്കെയോ താളപ്പിഴവുകൾ കമ്പനിയിൽ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇതൊക്കെ. എന്തായാലും ഈ ഒരു പ്രശ്നമൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരെ മുന്നിൽ നിന്ന് ഈ കണിമംഗലം ജപ്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞ് ഭയങ്കര ടെൻഷനായി നിൽക്കണം. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം ഒന്ന് പരിഹരിക്കണം, ആ ജപ്തി എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കണം. പക്ഷേ കൽപ്പന ഉർവശി അവിടെ മേലെ നിന്ന് ഭയങ്കര സന്തോഷമാണ്. എടി കൽപ്പനെ, ഈ കണിമംഗലം തകർന്ന് തരിപ്പടാവാൻ പോവുകയാണ്, അതൊക്കെ എനിക്കൊന്ന് കൺകുളിര കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഉർവശി ഇങ്ങനെ കൽപ്പനയോട് സംസാരിക്കണത്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അല്ല നമുക്ക് ഇതൊക്കെ ചെറിയച്ഛനെ വിളിച്ചൊന്ന് അറിയിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഇതാ ചന്ദ്രശേഖരനെ ഇങ്ങോട്ടങ്ങ് വിളിക്കണ്. അപ്പോൾ അതാ വിളിക്കുന്നത് ചന്ദ്രേട്ടനെ 100 ആഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ എടുക്കണ്. അപ്പോൾ ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് തിരിച്ചങ്ങ് ചോദിക്കുകയാണ് അവർ പറയുന്നതിന് മുന്നേ തന്നെ. അല്ല ബാങ്കുകാരൊക്കെ കണിമംഗലത്ത് വന്ന് പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉർവശി അങ്ങ് ഞെട്ടുന്നുണ്ട്. അല്ല ചന്ദ്രേട്ടന് ഇതൊക്കെ എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ ചന്ദ്രേട്ടൻ പറയുന്നുണ്ട്, കണിമംഗലത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനും പിറകിൽ ഞാനാണ്. കണിമംഗലം ഞാനാണ് ഇനി തകർന്ന് തരിപ്പടാക്കാൻ പോകുന്നത്. അവിടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഞാനാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ അങ്ങ് പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അതൊക്കെ കൊള്ളാം, പക്ഷേ ഈ കണിമംഗലം തകർന്ന അത് നമുക്ക് കൂടി നഷ്ടമല്ലേ, നമ്മുടെ അടുത്തുനിന്നും കൂടി കൈവിട്ട് പോകല്ലേ എന്നൊക്കെ ഇങ്ങനെ ഉർവശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതിന് കൈവിട്ട് കളിയൊന്നും ഞാൻ കളിക്കില്ല. ഞാൻ ആ കണിമംഗലം ഭരിക്കാൻ ഏട്ടന് അർഹനല്ല എന്ന് ആളുകൾ അങ്ങ് മുദ്ര കുത്തി. അതിൻ്റെ അർത്ഥം എനിക്കും അതിനുള്ള അർഹതയില്ല എന്നുള്ളൊരർത്ഥം ഇല്ല. ഏട്ടന് കഴിയില്ലെങ്കിൽ പിന്നെ കണിമംഗലം ഭരിക്കുന്നത് ഞാനായിരിക്കും. അവരുടെ മുന്നിലൊക്കെ നമ്മളെ എത്രമാത്രം അവർ ഇൻസൾട്ട് ചെയ്തോ അതിനൊക്കെ പ്രതികാരമായിട്ട് ഞാനായിരിക്കും പിന്നെ അവരുടെ മുന്നിൽ ഞെളിഞ്ഞ് നടക്കാൻ പോകുന്നത്. അതിനുള്ള പ്രതികാരങ്ങൾ മുഴുവൻ ഞാൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശിനോട് പറയണം. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, എനിക്ക് അമ്മയുടെയും മുത്തശ്ശിയുടെയും എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞങ്ങ് നിൽക്കണം, അവരുടെ മുന്നിലുള്ള ആ അഹങ്കാരത്തിൽ അങ്ങ് എനിക്ക് നിൽക്കണം ചന്ദ്രേട്ട എന്നൊക്കെ ഇങ്ങനെ അവരങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എനിക്ക് പ്രതികാരം തീർക്കാനുള്ള പ്രതികാരം മുഴുവൻ ഞാൻ തീർക്കും, നിനക്ക് തീർക്കാൻ ഞാൻ തീരുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ഇതൊക്കെ നമ്മുടെ ഭാഗത്തായിരിക്കും കളി. നമ്മൾ ചെയ്യേണ്ടതെല്ലാം മുഴുവനും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കണിമംഗലം എന്തായാലും തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ഇനി നമ്മുടെ അടുത്താണ് കളി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ചന്ദ്രശേഖരൻ ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉർവശിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ കയ്യിലാണല്ലോ ഇനി എല്ലാം, അവരുടെ കയ്യിലേക്ക് എല്ലാം എത്തുകയാണ് എന്നുള്ള ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഈ കൽപ്പനയോട് പറയുന്നുണ്ട്, എടി കൽപ്പനെ, ഈ കണിമംഗലം തകർന്ന് തരിപ്പടാവാൻ പോവാണ്. ഇനി ആ മുത്തശ്ശിയും പത്മിനിയും എല്ലാവരും കൂടി, വരുണും സൂര്യൻ എല്ലാവരും കൂടി അങ്ങ് ആ ഒരു ഭാഗത്തങ്ങ് മാറി നിന്ന് നമ്മുടെ ഭരണമാണ് ഇനി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൽപ്പനക്ക് അത്രക്കൊന്നും എനർജിയും സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ല. അപ്പോൾ ഉർവശി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ കൽപ്പന, ഞാൻ ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത പറഞ്ഞിട്ട് നീ മുഖത്തൊരു തെളിച്ചില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല ഈ കണിമംഗലം തകർന്ന് എല്ലാവരും ഒരു സൈഡിലായാലും ഞാനും ഒരു സൈഡിലാവില്ലേ, നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നുള്ളൂ, എനിക്കതിലൊരു പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉർവശി അറിയുന്നുണ്ട്, അതിന് എൻ്റെ കൂടെ നിൽക്കുന്നവളല്ലേ നീ, എൻ്റെ കൂടെ നിൽക്കുന്നവളെ ഞാൻ എല്ലാ അവസരത്തിലും ഞാൻ രക്ഷപ്പെടുത്തിയാലും നിന്നെയും ഞാൻ രക്ഷപ്പെടുത്തും, നിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ തന്നെ നിർത്തും. ചന്ദ്രശേഖരനെ നിനക്കുള്ളതും നല്ലതായിട്ട് തന്നെ തരാൻ ഞാൻ തന്നെ പറയും ചന്ദ്രശേഖരനോട് എന്നൊക്കെ ഇങ്ങനെ ഈ ഉർവശിയും കൂടി ഈ കൽപ്പനയെ കൂട്ടുപിടിക്കും. ഈ ഒരു അവരുടെ കയ്യിലെല്ലാം എത്തിക്കഴിഞ്ഞാൽ ഈ കൽപ്പനക്കും കൂടി എല്ലാം തരും എന്നുള്ള ആ ഒരു വിശ്വാസം അവൾക്കും കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അവൾക്ക് സന്തോഷമാണ്. എന്നാൽ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ഹാപ്പിയാണ് കണിമംഗലം തകരാൻ പോവുകയാണ് എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞിട്ട്. പിന്നെ രാധികയാണെങ്കിൽ ഈ ശ്യാമയുടെ അടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വരുണ് നേരെ ശ്യാമൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഈ രാധികനെ കൊണ്ടങ്ങ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ കൊണ്ടുപോരാൻ വേണ്ടി വരുന്ന സമയത്ത് വരുണിനെ കണ്ടിട്ട് രാധിക നേരെ ഓടി ചെല്ലുന്നുണ്ട്. അവളാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു വാർത്തകളൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ വരുണ്, നീ കണ്ടോ, ഞാൻ ഒരു അലമാരയിൽ നിറച്ച് എനിക്കുള്ള കുപ്പി വളകളും വസ്ത്രങ്ങളൊക്കെ അമ്മ എടുത്തു വെച്ചതൊക്കെ എനിക്ക് കാണിച്ചു തന്നു, എന്ത് ഭംഗിയാണെന്നറിയോ, വാ ഞാൻ നിനക്കാക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ചങ്ങ് കൊണ്ടുപോകണ്. പക്ഷെ അവൻ്റെ ആ ഒരു മാനസികാവസ്ഥ അതല്ലായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എടി വാ, ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം, നമുക്ക് അതൊക്കെ പിന്നെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ രാധികയ്ക്ക് ഒരു സംശയം കൊടുക്കണം, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ വരുണിനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, നീ പെട്ടെന്ന് പോവാം, നമുക്ക് പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം
ശ്യാമയും അമൃതേടത്തി ഇങ്ങനെ വരുന്നുണ്ട്. അല്ല എന്താ അവരിൽ നിൽക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ ഈ രാധികനെ കൊണ്ടുപോകാൻ വന്നതാണ്, വീട്ടിൽ ചെറിയൊരു അത്യാവശ്യമുണ്ട്, അവളെ കൊണ്ടുവരാണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന് പറയുന്നില്ല, പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു മാറ്ററാണ്, കുറച്ച് ആളുകൾ വരുന്നുണ്ട്, അപ്പോൾ ആളുകൾ വരുമ്പോൾ ഇവൾ അവിടെ ഇല്ല, ഞാൻ ശരിയാവില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര ഡെസ്പായിട്ടാണ് സംസാരിക്കുന്നത്. അവൻ ആദ്യത്തെ ആ ഒരു എനർജിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തന്നെ പിന്നെ ശ്യാമക്ക് ചെറിയൊരു സംശയം കൊടുങ്ങാണ്, എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വരുണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നില്ല, ഇല്ല ഒരു പ്രശ്നമില്ല, ഞാൻ ഇവളെ കൊണ്ടുപോട്ടെ, ഞങ്ങൾ പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് രാധികനോട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക ശ്യാമനോട് ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. പക്ഷെ പോയി കഴിഞ്ഞിട്ട് ശ്യാമക്ക് ചെറിയൊരു സംശയമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അമൃതേടത്തിനോട് പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഈ വരുണ് ഇങ്ങനെ ഒന്നും അല്ല ബിഹേവ് ചെയ്യൽ, വരുണ് ഇത്ര ഒരു എനർജി, ആദ്യത്തെ ആ ഒരു എനർജിയും കാര്യങ്ങളൊന്നും ഇല്ല, ഭയങ്കര ടെൻഷനായിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് എനിക്കാകെ പേടിയാവുന്നു, എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് വന്നപ്പോഴത്തേന് ഇനി വീണ്ടും ഒരു അടുത്ത പ്രശ്നം വരികയാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേവലാതിപ്പെടുമ്പോൾ അമൃതേടത്തി പറയുന്നുണ്ട്, നീ അങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട, അത് അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല, ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ രാധിക മോൾ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങോട്ട് വിളിക്കുമല്ലോ, വിളിച്ച് കഴിഞ്ഞിട്ട് അവൾ പറയുമല്ലോ, അപ്പോൾ നമുക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ശ്യാമനെ അങ്ങ് ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരും ഇങ്ങനെ താൽക്കാലികമൊന്നായിട്ട് ആശ്വസിക്കുകയാണെങ്കിൽ ശ്യാമക്ക് എന്തായാലും കറക്റ്റായിട്ട് പിടി കിട്ടിയിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. ഇനി ശ്യാമെങ്കിലും അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. പിന്നെ ചന്ദ്രശേഖരന് ഈ ഗൗതമിനോടും ബെഞ്ചമിനോടും പറയുന്നുണ്ട്, എന്തായാലും കണിമംഗലം തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി ആ ഒരു തകർച്ച എന്തായാലും കഴിഞ്ഞു, ഈ കണിമംഗലം തകരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഈ കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു വിശ്വാസത്തോടെ പൈസ വാങ്ങിയിട്ടുണ്ടാകും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട്, ഞാൻ അവരെയൊക്കെ ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ ഒരു ശല്യം കൂടി കണിമംഗലത്ത് ഏട്ടൻ്റെ പേരിലുണ്ടാകും. അവരൊക്കെ എന്തായാലും ഈ ഒരു കണിമംഗലം തകരാൻ പോകുക എന്നുള്ളൊരു വാർത്ത അറിഞ്ഞിട്ട് അവരുടെ പൈസ സേഫ് അല്ല എന്ന് വിചാരിച്ച് പൈസ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ കാണാം. അതൊക്കെ ഞാൻ എന്തായാലും ഇളക്കി വിട്ടിട്ടുണ്ട് എല്ലാവരെയും എന്നൊക്കെ ഇങ്ങനെ ഈ ബെഞ്ചമിനോടൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബെഞ്ചമിനോട് പറയുന്നുണ്ട്, എൻ്റെ എല്ലാ കഷ്ടപ്പാടിൻ്റെ ഇടയിലും എൻ്റെ കൂടെ നിന്നത് ഈ ബെഞ്ചമിന് സേറയാണ്. അപ്പം ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി നന്നായിട്ട് പരിഗണിക്കും, നിങ്ങളെയും കൂടി ഞാൻ രക്ഷപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയണേ. എന്തായാലും ഒരു കഷ്ടപ്പാടിൽ നിന്ന ആളല്ലേ, അതുകൊണ്ട് നമ്മൾ രണ്ടാളും ഈ ഒരു ടീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ടീമിലേക്ക് ഈ ബെഞ്ചമിനൊക്കെ കൂട്ടുന്നുണ്ട്. കണിമംഗലത്താണെങ്കിൽ ഈ അച്ഛൻ്റെ വീട്ടിൽ ഫോണിലേക്ക് അങ്ങനെ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കണിമംഗലം തകരാൻ പോകുകയാണെന്ന് അറിഞ്ഞ് അവരുടെ പൈസ സേഫാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ ഈ അച്ഛനിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ വിളിക്കാം, ഒരു പ്രശ്നവുമില്ല കണിമംഗലത്ത്, ഇതൊക്കെ ആളുകൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്, നിങ്ങളുടെ പണം എന്ന് പറയുന്നത് ഇവിടെ സേഫാണ്, ഇനി കൃത്യസമയത്ത് നിങ്ങൾക്ക് തരാനുള്ള ആ സമയത്ത് തരും എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് ഈ ഫോൺ വെക്കുമ്പോൾ പിന്നെ അടുത്ത ആൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛന് ഭയങ്കരമായിട്ട് ടെൻഷൻ വരികയാണ്, എന്തിനാണ് ആരൊക്കെ ഇളക്കി വിടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, ഇത് ആരൊക്കെ ഇവരെങ്ങനെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്നിട്ട് അവരെല്ലാവരും കൂടി എന്തോ ആരോ ഇതിന് പിന്നിലുണ്ട്, അവരിങ്ങനെ ഇളക്കി വിടുന്ന പോലെ എനിക്കിങ്ങനെ തോന്നി എന്നൊക്കെ ഇങ്ങനെ ഈ അച്ഛൻ ഇങ്ങനെ സംശയം പറയുന്നുണ്ട്. വീണ്ടും കോൾ വരുമ്പോൾ പിന്നെ രാധിക പറയുന്നുണ്ട്, അച്ഛാ ആ ഫോൺ എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റില്ല മോളെ, ഇവർ ഒരു വിശ്വാസത്തിൽ നമുക്ക് തന്നതാണ്, അപ്പോൾ ഇങ്ങനെ ഒരു സംശയം വരുമ്പോൾ നമ്മുടെ ഫോണും കൂടി എടുത്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ആയിരിക്കും കേട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛന് ഈ ഫോണ് എടുക്കാൻ നിൽക്കണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇയാളെന്ന് പറയുന്നത് ഈ 25 കോടിയൊക്കെ ഒരു രേഖയില്ലാതെ അങ്ങ് എടുത്ത് തന്ന ആളാണ്, അത്രയും വിശ്വാസം ഉണ്ടായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അയാളെ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ആ ഫോൺ അങ്ങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, നല്ല മാന്യമായിട്ട് തന്നെ ഇങ്ങനെ സംസാരിക്കണം. പക്ഷേ അയാൾ എന്തൊക്കെയോ ഒരു ഷൗട്ട് ചെയ്ത് കണ്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച പോലെ ഈ അച്ഛന് തോന്നുകയാണ്. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് തിരിച്ചങ്ങ് പ്രതികരിക്കുന്നുണ്ട്, ദേഷ്യപ്പെട്ട് അങ്ങ് സംസാരിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, നിങ്ങളുടെ പണം എന്ന് പറയുന്നത് ഞാൻ കൃത്യസമയത്ത് തന്നെ തന്നിരിക്കും, നിങ്ങളുടെ പണത്തിൻ്റെ ഡേറ്റൊന്നും ആയിട്ടില്ലല്ലോ, ആവുന്ന സമയത്ത് ഞാൻ നിനക്ക് തരുന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ആരോ ഇവരൊക്കെ ഇങ്ങനെ ഇളക്കി വിട്ടുകയാണ്, എനിക്ക് ഉറപ്പാണ് ഇതിന് പിന്നിൽ ആരോ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, എന്നാൽ നമുക്കത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട്, നമ്മളതൊക്കെ കണ്ടെത്താൻ പോയാൽ ഈ കണിമംഗലം ഇവിടെ നിന്ന് തകർന്ന് തരിപ്പടാവും, പക്ഷേ ഇപ്പം നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെയാണ് പരിഹരിക്കുകയാണ് വേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് ഇതിന് പിന്നിൽ ആരാണ് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് അന്വേഷിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരാകെ പെട്ടിരിക്കുകയാണ്, ഇവരുടെ ഒരു തകർച്ച എന്തായാലും ആ ഒരു തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആകെയുള്ളൊരാശ്വാസം എന്ന് പറയുന്നത് ശ്യാമ അവരെ ഒന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ ശ്യാമ അതിലേക്കൊന്ന് ഇടപെട്ടാലും വേണമെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിലൊക്കെ എന്താ സംഭവിക്കാമെന്ന്, ഇനി ശ്യാമക്ക് അവരെ രക്ഷിക്കാൻ കഴിയുമോ, അല്ലാത്ത മാർഗ്ഗത്തിലൂടെ തന്നെ അവർ രക്ഷപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബൈ ആൾ.